ഇന്നലെ സൗദി അറേബ്യൻ സന്ദർശനം വെട്ടിച്ചുരുക്കിയാണ് ഇന്ന് പുലർച്ചെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ മടങ്ങിയെത്തിയത്. വന്ന് ഇറങ്ങിയ ഉടൻ തന്നെ അദ്ദേഹത്തിന് അവിടുത്തെ സ്ഥിതിഗതികൾ സംബന്ധിച്ച വിശദമായ ഒരു വിലയിരുത്തൽ അദ്ദേഹം നടത്തിയിരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അതോടൊപ്പം തന്നെ വിദേശ സെക്രട്ടറി വിക്രം മിസ്രി അടക്കമുള്ളവർ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. വിദേശമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് 11 മണിയോടുകൂടി കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ഉപസമിതിയുടെ യോഗം ചേരുന്നുണ്ട്. ഇതിലായിരിക്കും ഇനി മറ്റ് നടപടികളിലേക്ക് നീങ്ങുന്നത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുക. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലാണ്. അദ്ദേഹം ഇന്ന് പെഹൽഗാമിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള പരിക്കേറ്റവരെ കാണുന്നതിന് പോകുന്നുണ്ട്. ഇന്നലെ രാത്രി വലിയ തോതിലുള്ള ഒരു സുരക്ഷാ വിലയിരുത്തൽ യോഗമാണ് ശ്രീനഗറിൽ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നത്. രാജ്യം ഒറ്റക്കെട്ടായി തന്നെ ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ പിന്തുണയും കോൺഗ്രസിന്റെ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ സന്ദർശനത്തിലുള്ള രാഹുൽ ഗാന്ധി സന്ദർശനം വെട്ടിച്ചുരുക്കി അദ്ദേഹവും ഇന്ത്യയിലേക്ക് മടങ്ങുകയാണ്. ബാംഗ്ലൂരിൽ ഇന്ന് മാധ്യമപ്രവർത്തകരെ 12:30 രാഹുൽ ഗാന്ധി കാണുന്നുണ്ട്. രാജ്യം ഒറ്റക്കെട്ടായി ഈ സംഭവത്തെ അപലപിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കനത്ത തോതിലുള്ള തിരിച്ചടി വേണം എന്നുള്ളൊരു ആവശ്യം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ഇന്നലെ സൗദി അറേബ്യയിൽ നിന്നും മടങ്ങിയ പ്രധാനമന്ത്രി പാകിസ്ഥാൻ വ്യോമയാന അതിർത്തി ഒഴിവാക്കിയാണ് ഇന്ത്യയിലേക്ക് എത്തിയത് എന്നുള്ളത് വരാൻ പോകുന്ന ഒരു വലിയ തിരിച്ചടിയുടെ നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് മുകളിൽ കയറിയാണ് കളിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും തിരിച്ചടി അത് ഇന്ത്യ നൽകുക തന്നെ ചെയ്യും. അതിനുള്ള കരുത്ത് രാജ്യത്തിനുണ്ട്.